ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറാസ് വേർഷൻ. ഇപ്പോൾ ടിക്ടോക്കിലും യൂട്യൂബിലും എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ടോട്ടില്ല വ്രാപ്പാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതിനുള്ള ബ്രെഡ് എങ്ങനെ തയ്യാറാക്കാം, അതിൻ്റെ വ്രാപ്പിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഉണ്ടാക്കി കൊടുക്കുന്ന നോർമൽ ചപ്പാത്തി എടുക്കാം, അല്ലെങ്കിൽ റുമാലി റൊട്ടി അല്ലെങ്കിൽ കുബൂസ് ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ ടോട്ടില്ല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കും. ഒലിവ് ഓയിൽ കയ്യിലില്ലെങ്കിൽ നോർമൽ ഓയിൽ എടുത്താലും മതി. ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. നന്നായി സോഫ്റ്റ് ആവുന്ന വരെ നന്നായി കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്ത ശേഷം ഏകദേശം ഒരു 20 മിനിറ്റോളം ഇത് മൂടി വെക്കും. ഈ ടോട്ടില്ല വ്രാപ്പിനുള്ള മയോനൈസ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ മയോനൈസിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി ടോട്ടില്ലയുടെ വ്രാപ്പിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ലൈം ജ്യൂസും ചേർത്ത് കൊടുത്ത് ചിക്കനും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായ ശേഷം ചിക്കൻ ഈ എണ്ണയിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇല്ലാതെയും നമുക്ക് ഈ വ്രാപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുട്ട പുഴുങ്ങിയിട്ട് അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് ഈ വ്രാപ്പ് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ പഴം സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് ഈ വ്രാപ്പ് ഉണ്ടാക്കാം. പിന്നെ ബുൾസൈ വെച്ചിട്ടുണ്ടാക്കാം നമുക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയത് ചിക്കൻ വ്രാപ്പ് തന്നെയാണ്. ഈ മൂടി വെച്ചിരുന്ന മാവ് ഒന്നും കൂടി എടുത്തൊന്ന് കുഴച്ചെടുക്കണം. ഇത് നന്നായി കുഴച്ച് ഇതുപോലെ ചെറിയ ബോളുകളാക്കി പരത്തിയെടുക്കണം. ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കാം. ഇനി ഇതൊരു പാനിലിട്ടിട്ട് ചുട്ടെടുക്കാം. ഇതിന് ഷവർമയുടെ ഒരു ടേസ്റ്റാണ് ഉണ്ടായിരിക്കുക. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൈസൊക്കെ ചേർത്ത് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈ അല്ലെങ്കിൽ ക്യാബേജും ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് മുന്നേ ചപ്പാത്തിയിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വ്രാപ്പിംഗ് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കും. അപ്പോൾ ഈ ടോട്ടില്ലയുടെ നടുക്കുന്നൊന്ന് താഴോട്ട് കട്ട് ചെയ്ത ശേഷം സൈഡിലായിട്ട് മയോനൈസ് തയ്യാറാക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കെച്ചപ്പ് വെച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് ലിറ്റോസാണ്. അത് അവൈലബിൾ അല്ലാത്ത കാരണം ക്യാബേജിൻ്റെ തിന്നായിട്ടുള്ള ലീഫ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ തക്കാളി കട്ട് ചെയ്തിട്ട് വെച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം മൊസറല്ല ചീസും കൂടി വെച്ച് കൊടുക്കാം. മൊസറല്ല ചീസ് ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നോർമൽ ചീസോ വെച്ച് കൊടുക്കാം. നമുക്കിത് വ്രാപ്പ് ചെയ്യാം. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ചീസ് വെക്കുമ്പോൾ നമുക്ക് അത് ചൂടാകുമ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് സ്റ്റിക്കി ആയിട്ടിരിക്കും. ഇനി അടുത്ത വ്രാപ്പിൽ ബുൾസൈ വെച്ചിട്ടുള്ളതാണ്. നേരത്തെ ചീസ് വെച്ചില്ല, അതിൻ്റെ പ്ലേസിൽ ബുൾസൈ വെച്ച് കൊടുക്കുന്നു. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. ഇനി ഇതൊന്ന് വ്രാപ്പ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു പാനിലിട്ട് ചൂടാക്കി എടുക്കാം. ഇതിലെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ ടോട്ടില്ല വ്രാപ്പ് ഒന്ന് പാനിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നന്നായി സ്റ്റിക്കി ആയിട്ടിരുന്നോളൂ. അപ്പോൾ നമ്മുടെ ടോട്ടില്ലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ വ്രാപ്പും ബുൾസൈ വ്രാപ്പും ഒക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ചിക്കൻ വ്രാപ്പാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. പിന്നെ ഒരു തവണ ഇത് ചപ്പാത്തിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് മസാല ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് സവാള വഴറ്റി അതിലേക്ക് ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായി വഴറ്റി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത് യോജിപ്പിച്ച ശേഷം ചപ്പാത്തി കട്ട് ചെയ്തിട്ട് നേരത്തെ പോലെ മയനൈസും കെച്ചപ്പും ഒക്കെ വെച്ച് കൊടുത്ത് ചിക്കൻ മസാലയും അതുപോലെ കാബേജിൻ്റെ ലീഫും ടൊമാറ്റോയും പിന്നെ ഞാനിവിടെ വെച്ചിരിക്കുന്നത് അമൂലിൻ്റെ ചീസാണ്, അതും കൂടി വെച്ച് കൊടുത്ത് ഇതുപോലെ റാപ്പ് ചെയ്ത് നമുക്ക് പാനിലോ അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്ററിലോ ഏതിലും വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ ഒന്ന് മൈദയുടെ ദോശ ഉണ്ടാക്കിയിട്ട് അതിലും ചെയ്യാം. അതിൽ ഞാൻ ബുൾസൈ ആണ് വെച്ചിട്ടുള്ളത്. അത് ഇതുപോലെ റാപ്പ് ചെയ്തു. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടി എനാബിൾ ചെയ്യുക.